ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. 2025 ഫെബ്രുവരി 2 നടന്ന സെറ്റ് പരീക്ഷയുടെ ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കാര്യത്തെയാണ് നമ്മൾ മുന്നോട്ട് നോക്കി കാണേണ്ടത്? കൃത്യമായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് എ ഓർ ബി കോഡ് അനുസരിച്ച് കൃത്യമായി ആൻസർ കീ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആൻസർ കീ വന്നതിന് 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ കീ വന്നിരിക്കുന്നത് ഇന്ന് 3-ാം തീയതിയാണ്. സോ വിത്തിൻ 5 days നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ക്ലിക്ക് ടു ഡൗൺലോഡ് ദ ഫോർമാറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പൊ ദാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഈ ഒരു ഫോം കിട്ടും. അതിൽ പേപ്പർ 1 പേപ്പർ 2 ഏതാ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതെന്ന് എഴുതുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക, വേർഷൻ എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. അതിനുശേഷം ആൻസർ കീയിൽ പബ്ലിഷ് ആയിട്ടുള്ള ഓപ്ഷൻ എ ഓർ ബി വെക്കുക. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്യുക. റീസൺ ഫോർ ചലഞ്ച് വിത്ത് പ്രൂഫ്. നിങ്ങൾ ഒരു ഓപ്ഷൻ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. അതുപോലെ എത്ര ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുന്നു അതിനുള്ള ഒരു എമൗണ്ടും പേ ചെയ്ത് നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽസും IFSC കോഡും എല്ലാം വെച്ചിട്ട് ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം. LBSലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യണം. LBSലേക്ക് ഈ ഒരു പ്രൂഫ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതിന്റെ ആ ഒരു എൻവലപ്പിന്റെ മുകളിലായിട്ട് സെറ്റ് January 2025 കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് ആൻസർ കീ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും ഇത് അയക്കാം. പക്ഷേ അത് അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് പ്രൂഫ് ആൻഡ് ഡോക്യുമെന്റ്സ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ്സ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. Complaint should be accompanied with a DD of 300 for each question. ഓരോ ക്വസ്റ്റിന് 300 രൂപയാണ്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി 600 rupees. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ജനുവനാണ്, ക്ലെയിം ചെയ്യപ്പെട്ട് ചലഞ്ച് ചെയ്യപ്പെട്ട് ആൻസർ കീ റെക്ടിഫൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോമിനകത്ത് നിങ്ങളുടെ അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഒരു കംപ്ലൈന്റും ഈ ഫോർമാറ്റിലല്ലാത്ത ഒരു കംപ്ലൈന്റും ഇവർ സ്വീകരിക്കുന്നതായിരിക്കില്ല. സോ കൃത്യമായിട്ട് ഈ ഫോർമാറ്റ് മുഖേന വിത്തിൻ 5 daysനുള്ളിൽ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. അതേപോലെ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഡോക്യുമെന്റ്സ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ബൈ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ഇനി ഇത്തവണത്തെ സെറ്റ് കിട്ടിയില്ല എന്നോർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട. അടുത്ത HSST പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ജൂലൈ 2025 സെറ്റ് നേടിയെടുക്കാൻ സാധിക്കും. ടൂസ് അക്കാഡമിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 6 monthsന്റെ ലോങ് ടേം ബാച്ചാണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം എന്നിവേണ്ട എല്ലാ സബ്ജക്റ്റിലും എക്സ്പേർട്ട് ടീച്ചിങ് ഫാക്കൽറ്റിയുടെ കോച്ചിങ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ്, ഏറ്റവും അപ്ഡേറ്റഡ് ക്ലാസ്, മെന്ററിംഗ് സപ്പോർട്ട്, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ 2016 തൊട്ട് 2025 വരെയുള്ള MCQസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ MCQ സെക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടോ. അങ്ങനെ നിങ്ങൾക്കൊരു സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പാകത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സോട് കൂടിയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ളവർ കൃത്യമായി ഈ ഫോർമാറ്റിലൂടെ നിങ്ങളുടെ ആൻസർ കീസ് ചലഞ്ച് ചെയ്യാനും നോക്കുക. താങ്ക് യു സോ മച്ച്.